അടുത്ത തവണ വരുമ്പോ വേറെ ലുക്കിൽ വരും. ഹലോ നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. മൂവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന സിനിമയുടെ പേര് കറുപ്പ്. എന്തേ പെട്ടെന്നൊരു വേറൊരു കറുപ്പ് ഇല്ല വേണ്ട അന്ന വേണ്ട. സൂര്യയുടെ ഒരു പട്ടുപൊളിപ്പം മാസ് പടം അത് നോക്കിയാലല്ലേ അതിന്റെ. അപ്പൊ നീ ടീച്ചർ കണ്ടിട്ടില്ലേ? അതിന്റെ പാട്ടിന് ഓൾറെഡി ഭയങ്കര ക്ലിക്കായില്ലേ? അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, இவங்கள பாதி பேர் லாயரே கிடையாது. பேபி கண்ணனோட கட்ட பஞ்சாயத்து. ஒரு நாள் இந்த இடம் மாறாமையா போகும். இது என் இடம், என் கோட். கடவுளே வந்தாலும் எதுவும் மாத்த முடியாது. இதெல்லாம் சப்பு ഇന്ദ്രൻസ് നമ്മുടെ മറ്റോളുണ്ട് അനക. Case passed on to next month 2nd. Binu, please transfer பண்ணிட்டியாமா? മലയാളികൾ കുറേ Case passed on to next month 15th. ഇതൊക്കെ മലയാളീസ് തന്നെയാണല്ലോ. பெரிய புடிக்கியா நீ யாரை வச்சு இனிமே இந்த கேஸ் நடத்துற நான் பாக்குறேன். കറുപ്പാ. ஆமா, நீங்க யாரு? உங்களை இந்த கோர்ட்ல நான் பார்த்ததே இல்லையே. வெல்கம். ഇതെന്നാ ഒരു இல்ல பாய விட்டு போச்சு. நான் யார்கிட்டயும் சொல்ல மாட்டேன். എന്ത്? എനിക്ക് മൊത്തം കൺഫ്യൂഷൻ. കറുപ്പസ്വാമി. நேரத்துல மனுஷனுக்கு மனுஷன் ஹெல்ப் பண்ணி தானே கடவுள் நம்மள என்ன சொன்ன? கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாத்த முடியாதா? பார்த்துட்டேன்டா, இனிமே செம்ம அடி அடிக்க போறேன். കൊള്ളാലോ. வெள்ளக்கார சமயத்தை கூட பாவம் கேட்கலாம். கருப்புடா, கருப்பண்ண சாமி கண்டமா வெட்டி கசக்கி போடுடா. வேற பாய், என்ன பண்ண போற நீ இனிமே? கிரிக்கெட்ல நமக்கு சொல்ற வேலைக்கு போறியா? அதுக்கு இது கிரிக்கெட். ലോയർ. കയ്യില് തുപ്പാക്കി വീണ്ടും ചെറുപ്പക്കാരിയായ അവളെപ്പ ചെറുപ്പല്ലാണ്ട് ഒന്നും കൂടി ചെറുപ്പമായവരുണ്ട്. ഏതെങ്കിലും കിളി പോയിട്ടാണുള്ളത്. ഈ ഏജ് എവിടെയെങ്കിലും സ്റ്റക്കാക്കി നിർത്താനുള്ള മരുന്ന് അടുത്ത തവണ വരുമ്പോ വേറെ ലുക്കിൽ വരും. സോറി ഗൈസ്. അങ്ങനെ മെയ് 14 റിലീസ് അല്ലേ? പക്ഷെ എനിക്ക് എന്നാ റിലീസ്? മെയ് 14 അല്ലേ? ഞാൻ വല്ലാണ്ട് ബ്ലാങ്ക് മെയ് 14 ആണ് റിലീസ്. അങ്ങനെ രണ്ട് ലുക്ക് അല്ലേ? ആ കറുപ്പ് ആ ലുക്ക് ഡിഫറെന്റ്. ബട്ട് സെയിം തന്നെ, ക്യാരക്ടറിൽ മാറ്റൊന്നുമില്ല. അല്ല, ക്യാരക്ടറിൽ മാറ്റല്ല, പക്ഷെ ലുക്കില് കറുപ്പ് സ്വാമി ഡിവോട്ടി അത്രേ. കറുപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും ഉണ്ട്. ഒരു ഡിവോഷണൽ സൈഡും ഉണ്ട്, പിന്നെ ഒരു ലോയർ എന്നുള്ള രീതിയിൽ, അതായത് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാടുന്ന ഒരാളുടെ ഒരു ഫേസും കൂടി അതിന് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതില് പ്രത്യേകിച്ച് നിങ്ങൾ ഇതില് കഥയും ഇതൊന്നും നോക്കട്ടെ, ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ആളുടെ ആക്ഷനും. സായബങ്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇറങ്ങുന്ന ആള് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നല്ല രസമുള്ള, നമ്മള് അനിരുദ്ധിന്റെ ഒക്കെ ഒരു ഇതിലാണ് ആളുടെ വർക്കുകളൊക്കെ നല്ല രസം. പക്ഷേ നിങ്ങൾ ഇപ്പൊ റീസെന്റ് ശ്രദ്ധിച്ച എല്ലാ തമിഴ് സിനിമയിലും പകുതി കാസ്റ്റ് മലയാളീസാ. ഇപ്പൊ നമ്മള് ധനുഷിന്റെ പടത്തില് കണ്ടില്ലേ, ജയറാം, മറ്റേ ഇവിടെ മമിത അവരൊക്കെ വന്നിട്ടുണ്ടില്ലേ, അതേപോലെ ഇതിലും പകുതി മലയാളീസാ. പക്ഷെ ഇന്ദ്രൻസിന് നല്ലൊരു സ്കോപ്പ്
കിടപ്പുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അയ്യോ ആ ആക്ച്വലി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ നമുക്കങ്ങനെ note അറിയില്ല, ഓർമ്മ കിട്ടില്ല പെട്ടെന്ന്. പക്ഷെ ഓക്കെ, നല്ല അപ്പൊ ചെറിയ ക്യാരക്ടർ ആയിരിക്കും, എന്നാലും നല്ല രസമായിട്ടുണ്ട്. പിന്നെ മേ ബി ഈ ക്യാരക്ടർ ആയിരിക്കും സ്റ്റോറി കൊണ്ടുവന്ന ആളായിരിക്കും, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറിയുടെ തുടക്കമോ അതിന്റെ ഒരു കാരണമാവാൻ, അതായത് സ്റ്റോറി കൊണ്ടുപോകുന്നതിന്റെ ഒരു റീസൺ ആവുന്ന ഒരാളാവാനാണ് ചാൻസ്. കാരണം ഇപ്പൊ തമിഴിൽ ഇറങ്ങുന്ന പടങ്ങളൊന്നും അത്രയും എക്സൈറ്റ് ചെയ്യിപ്പിക്കാറില്ല കാണാനും പോവാനും. കാരണം അതിന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഇതിൽ വലിയ കണ്ടന്റ് ഒന്നും പറയുന്നില്ല, അതിന്റെ സിനിമാറ്റോഗ്രാഫിയും ആക്ഷനും എന്റർടൈൻഡ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയെ പുറത്ത് നമുക്ക് സിനിമ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇളയ ദളപതി CM ജോസഫ് വിജയ്ക്ക് ആശംസകൾ, കൺഗ്രാറ്റുലേഷൻസ്. ആ മനുഷ്യനെ ഇട്ട് വെള്ളം കുടിപ്പിച്ച അവസാനം CM ആയി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിൽ സി വാട്ട് ഹി ക്യാൻ ഡു ഇൻ തമിഴ് പൊളിറ്റിക്സ് ആൻഡ് ഹൗ ഹി ഈസ് ഗോയിങ് ടു ഗവേൺ. ഈ ഒരു ഇത്രയും മെസ്സായി എടുക്കുന്ന ഒരു തമിഴ്നാടിന്റെ ഗവൺമെന്റിനെ എങ്ങനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇപ്പോൾ യൂട്യൂബും ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ പറ്റിയുള്ള സംഭവങ്ങളാണ്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്, വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം, ബൈ.